YT സ്റ്റുഡിയോയിലെ ഈ രണ്ട് സെറ്റിംഗ്സ് ആയിട്ടും നിങ്ങളുടെ വീഡിയോ നമുക്ക് വൈറലാക്കിയതിലെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. ടോപ്പിക് ഏതൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഞാനിവിടെ സെർച്ച് ചെയ്യുന്നുണ്ട്. വാട്ടിട്ട് കഴിയും. വെരി ഹൈ ഇൻട്രസ്റ്റ് ആണ് ഈ ഒരു. ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിയേറ്ററായ നമ്മളുടെ എല്ലാവരുടെയും ഒരു വലിയ ആഗ്രഹമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് വൈറലാകണം, അതുവഴി നമ്മുടെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്ത് എടുക്കണം എന്നുള്ളത്. അങ്ങനെ തുടങ്ങുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇപ്പോൾ നമ്മൾ ചാനൽ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, കുറച്ചുകൂടെയൊക്കെ കഴിയുമ്പോൾ നമ്മുടെ വീഡിയോസ് വൈറലാകുമെന്ന്. ഒരു 10, 100, 200 വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും പക്ഷെ നമ്മുടെ വീഡിയോസ് വൈറലാകണമെന്നില്ല. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാം. YT സ്റ്റുഡിയോയിലെ ഈ രണ്ട് സെറ്റിംഗ്സ് നിങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വീഡിയോ നമുക്ക് വൈറലാക്കി എടുക്കാം. അതിനു മുമ്പായിട്ട് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും നിങ്ങളുടെ സജഷൻസും ഡൗട്ട്സും ഒക്കെ കമന്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ക്രിയേറ്ററായ നമ്മൾ എല്ലാവരും YT സ്റ്റുഡിയോ ഉപയോഗിക്കുന്നവരാണ്. ഞാനും YT സ്റ്റുഡിയോ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ YT സ്റ്റുഡിയോയിൽ വീഡിയോ വൈറലാക്കാനുള്ള ഒരു സെറ്റിംഗ്സ് ഉണ്ട്. അത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കണമെന്ന് മാത്രം. പല ക്രിയേറ്റേഴ്സും നമുക്ക് ഈ ഒരു സെറ്റിംഗ്സിനെ പറ്റി ഒന്നും പറഞ്ഞു തരാറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എന്താണ് ഈ വൈറൽ സെറ്റിംഗ്സ് എന്നും ഈ വൈറൽ സെറ്റിംഗ്സ് ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ വീഡിയോ വൈറലാക്കാമെന്നും ഞാനിവിടെ സൈഡ് സ്ക്രീനിലൂടെ കാണിക്കാം. ഇതിനു വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. സെർച്ച് എന്നുള്ളിടത്ത് YT സ്റ്റുഡിയോ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എൻ്റെ YT സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഇവിടെ കാണാനായിട്ട് കഴിയും. ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്നിടത്ത് അപ്ഡേറ്റ് എന്നാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ ഈ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഈ പറയുന്ന സെറ്റിംഗ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുകയുള്ളൂ. ഇനി നമുക്ക് YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ആയിട്ട് വരുന്ന പേജിന്റെ താഴെയായിട്ട് അനലിറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓപ്പൺ ആയി വരുന്ന മറ്റൊരു പേജിൽ മുകളിലായിട്ട് ട്രെൻഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ YT സ്റ്റുഡിയോ നമുക്ക് വീഡിയോ വൈറൽ ചെയ്യേണ്ട രണ്ട് സെറ്റിംഗ്സ് കാണിച്ചു തരുന്നുണ്ട്. ഇതിലൊന്ന് YT സ്റ്റുഡിയോ തന്നെ നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ ടോപ്പിക്സിൽ നമ്മൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഉറപ്പായിട്ടും വൈറലാകും. അതുപോലെ മറ്റൊന്ന് എന്ന് പറയുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ എങ്ങനെയാണ് വൈറൽ ആക്കേണ്ടത് എന്നുള്ളൊരു സെറ്റിംഗ്സ് YT സ്റ്റുഡിയോ തന്നെ നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ ഏത് തരം വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്ന് നമുക്കറിയില്ല. ഇനി ആ ഒരു കാര്യത്തിൽ ടെൻഷൻ വേണ്ട. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഏത് തരം വീഡിയോസ് ആണ് കാണാൻ ആഗ്രഹം, ഏത് ടോപ്പിക്കാണ് അവർ കൂടുതലായിട്ട് സെർച്ച് ചെയ്യുന്നത് എന്ന് വരെ നമ്മുടെ YT സ്റ്റുഡിയോ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ കാണുന്ന ടോപ്പ് സെർച്ചേഴ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കാണാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്ക് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് കഴിയുന്നുണ്ടാവും എൻ്റെ ചാനൽ കാണുന്ന വ്യൂവേഴ്സ് കാണാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഞാനതിപ്പോൾ ഇവിടെ വായിച്ചു പറഞ്ഞു തരാം. വാട്ട് ഈസ് റീയൂസ്ഡ് കണ്ടന്റ് യൂട്യൂബ് മലയാളം. അതുപോലെ മറ്റൊന്ന് എന്ന് പറയുന്നത് മിനി വ്ലോഗ് ചാനൽ മോണിറ്റൈസേഷൻ. അടുത്ത വീണ്ടും ചാനൽ മോണിറ്റൈസേഷൻ സെറ്റപ്പ് മലയാളം. ആഫ്റ്റർ മോണിറ്റൈസേഷൻ ഹൗ ടു ഗെറ്റ് മണി മലയാളം. അപ്പോൾ ഇങ്ങനെ ഒത്തിരി ടോപ്പിക്സ് ആണ് എൻ്റെ ചാനലിൽ കാണുന്ന വ്യൂവേഴ്സ് കാണാൻ ആഗ്രഹിക്കുന്നത്. ഈ നിങ്ങളുടെ ചാനലിലും നിങ്ങളുടെ വ്യൂവേഴ്സ് കാണാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്ക് ഇതുപോലെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിൽ നിന്നും ഏറ്റവും സെർച്ചബിൾ ടോപ്പിക്കുകൾ കണ്ടെത്തി നമ്മുടേതായിട്ടുള്ള രീതിയിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി എങ്ങനെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ വൈറൽ ആക്കേണ്ടതെന്ന് നോക്കാം. നമ്മളിൽ പലരും ചെയ്യുന്ന ഒരു തെറ്റ് എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലും ഒരു തമ്പനയിലും ക്യാപ്ഷനും ഒക്കെ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യുകയാണ് പതിവ്. ഇനി ആ ഒരു തെറ്റ് ആവർത്തിക്കരുത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഞാനിവിടെ വാട്ട് ഈസ് റീയൂസ്ഡ് കണ്ടന്റ് യൂട്യൂബ് മലയാളം എന്ന് ഒരു ടോപ്പിക്ക് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ എന്താണ് ഇവിടെ ടൈറ്റിൽ കൊടുക്കുക? ഇനി അതും നമ്മൾ ആലോചിച്ച് ടൈം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ കാണുന്ന സെർച്ച് ബാറിൽ ഒന്ന് സെർച്ച് ചെയ്യുക. ഞാനിവിടെ സെർച്ച് ചെയ്യുന്നുണ്ട് വാട്ട് ഈസ് റീയൂസ്ഡ് കണ്ടന്റ് യൂട്യൂബ് മലയാളം എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും വെരി ഹൈ ഇൻട്രസ്റ്റ് ആണ് ഈ ഒരു ടോപ്പിക്കിലുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എൻ്റെ വ്യൂവേഴ്സ് കൂടുതലായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നത് റീയൂസ്ഡ് കണ്ടന്റിനെ പറ്റിയുള്ള ടോപ്പിക്കുകളാണ്. എന്താണ് അവർ റീയൂസ്ഡ് കണ്ടന്റിനെ പറ്റി ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് സൈഡിലെ ആരോ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും വാട്ട് ഈസ് റീയൂസ്ഡ് കണ്ടന്റ് ഇൻ യൂട്യൂബ്. തൊട്ട് താഴെ നമുക്ക് കാണാം മീഡിയം വോളിയം. അതിന് തൊട്ട് താഴെയായിട്ട്
കണ്ടന്റ് അപ്പീൽ വീഡിയോ, റീയൂസ്ഡ് കണ്ടന്റ് അപ്പീൽ വീഡിയോ മലയാളം, ഇതും മീഡിയം ഓഡിയോ എന്ന് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ഇങ്ങനെ നമ്മൾ മുകളിലോട്ടും താഴോട്ടും ഒക്കെ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോയാൽ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. മീഡിയം വോളിയമുള്ള ടൈറ്റിൽസും ലോ വോളിയം ഉള്ള ടൈറ്റിൽസും. അപ്പോൾ എനിക്കിവിടെ ആവശ്യം വെരി ഹൈ വോളിയം ഉള്ള ടൈറ്റിൽസ് ആണ്. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാനായിട്ട് കഴിയും റീയൂസ്ഡ് കണ്ടന്റ് മോണിറ്റൈസേഷൻ പ്രോബ്ലം സോൾവ്ഡ് എന്ന ടൈറ്റിലിന് ഹൈ വോളിയം ആണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഞാനിവിടെ ഹൈ വോളിയം ഉള്ള ഈ ഒരു ടൈറ്റിലാണ് എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്, റീയൂസ്ഡ് കണ്ടന്റിനെ പറ്റിയുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എങ്ങനെയാണ് നമ്മുടെ വീഡിയോ വൈറലാക്കേണ്ടതെന്ന്. ഇനിയും മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം. YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് നമ്മുടെ വ്യൂവേഴ്സ് കാണാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്ക് സെർച്ച് ചെയ്ത് കണ്ടെത്തുക. അതിൽ നിന്നും ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്ത് നിങ്ങളുടെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ വ്യൂവേഴ്സ് ആ കണ്ടന്റുമായി ബന്ധപ്പെട്ട് എന്താണോ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്നത് അത് നമ്മുടെ YT സ്റ്റുഡിയോയിൽ നിന്നും കണ്ടെത്തി നമ്മുടെ ക്രിയേറ്റ് ചെയ്ത വീഡിയോയുടെ ടൈറ്റിലായിട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ വീഡിയോ വ്യൂവേഴ്സ് കാണുകയും അതുവഴി ഇതൊരു സെർച്ചബിൾ ടോപ്പിക്കായി മാറുകയും യൂട്യൂബിന്റെ റെക്കമെൻഡേഷൻ കൂടുകയും ചെയ്യും. അതുവഴി നമ്മുടെ വീഡിയോസ് ഉറപ്പായിട്ടും വൈറലാവുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. മാക്സിമം എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.